ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ഉച്ചക്കത്തെ നമ്മളെ ഫുഡ് നല്ല കരിമീൻ പൊള്ളിച്ചത്. നല്ല കരിമീനുണ്ട്. അപ്പൊ ആദ്യം ഇതിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കാം. ആദ്യം ഇതിന്റെ ഈ സൈഡ് ഭാഗമെല്ലാം ഇങ്ങനെ കത്രിക കൊണ്ട് കഷ്ണാക്കുക. മീന് കരിമീൻ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ വരയണം. അപ്പൊ നല്ല മുളക് പിടിക്കും. അപ്പൊ നല്ല മസാല നമ്മൾ ഈ മീനിലേക്ക് പിടിക്കും. ഇനി നമ്മളെ കരിമീൻ പൊള്ളിച്ചതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് മസാലകൾ തയ്യാറാക്കാം. അല്ല നമ്മളെ അരച്ച മുളകാണിത്. നമ്മളെ മീനിനനുസരിച്ചിട്ടുള്ള മസാല. ഇനി ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇഞ്ചി പേസ്റ്റ്, ഇത് വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിടുക, ഒരു 1/2 സ്പൂണ്. ഇതാ ലേശാണ് ഉപ്പിടുന്നത് ആവശ്യത്തിന്. നമ്മൾ സിർക്ക ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ലേശം ഉപ്പിടുന്നുള്ളൂ. ഇതിൻ്റെ തന്നെ ഒരു കൂടി സുറുക്ക ഒഴിക്കുന്നുണ്ട്. ഇനി ലേശം കറിവേപ്പില, ഇനി ഒരല്പം വെളിച്ചെണ്ണയും കൂട്ടി നമുക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ നന്നായി യോജിപ്പിക്കുക. നമ്മളെ കരിമീൻ എടുത്ത് ഇങ്ങനെ നല്ല മിക്സ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പം മസാല നന്നായിട്ട് പിടിക്കും. നമ്മളെ കരിമീൻ ഇത് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയുടെ നല്ലോണം ഈ മീനിലേക്ക് പിടിക്കാൻ വേണ്ടി. വാഴയില എടുത്തിട്ട് നന്നായി കഴുകി തോർത്തി ഉണക്കിയിട്ട് നല്ല തേങ്ങ ഒഴിക്കുക. എന്നിട്ട് ഫുള്ള് സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തിക്കുക. നന്നായി വാഴയിലേക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഇന്ന് മീനെടുത്തിട്ട് ഇങ്ങനെ ഇലയിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ മീനിലേക്ക് നല്ല മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല മസാല പിടിച്ചിട്ടുണ്ട്. ഈ വാഴയിലിനെ ഇങ്ങനെ നന്നായിട്ട് മടക്കുക. മടക്കി എടുത്തിട്ട് ഇതിൻ്റെ തന്നെ ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കെട്ടി വെക്കാം. അതിൻ്റെ നാര് കൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കാം. ഇത് പിടിച്ചിട്ടുണ്ട് മീന്, നമ്മളെ കരിമീന്. നല്ല കരിമീന് മുളക് പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ കരിമീൻ പൊള്ളിക്കാൻ പോവുകയാണ്. ഇതിപ്പോ ഇവിടെ ഇതുള്ളത് കൊണ്ട് ഞാൻ ഗ്രില്ലിലാണ് പൊള്ളിക്കുന്നത്. ഇതില്ലാത്തവർക്ക് നമ്മൾ സാധാ ഫ്രൈ പാനില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പൊള്ളിക്കാൻ പോവുകയാണ്. ടൈം കുറവായതുകൊണ്ട് ഗ്യാസിലാണ് വെക്കാൻ പോകുന്നുള്ളത്. നല്ല അടുപ്പുള്ളവർക്ക് അടുപ്പിൽ നല്ല ഇതാക്കിയിട്ടായിട്ട് വെച്ചു കൊടുക്കാം. ആദ്യം ലേശം ഫുൾ സ്പീഡിലിടുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയി
ആയിട്ടുണ്ട് ദാ. ഇപ്പൊ നല്ല പൊരിഞ്ഞിട്ട് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. അപ്പൊ ഇതും കൂട്ടി നമുക്ക് ഇന്നത്തെ ഊണ് കഴിക്കാം. നല്ല നാടൻ ഊണ്.